ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ മോളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ അതിന് അമ്പലത്തിൽ പോകാനുള്ള ഒരുക്കങ്ങളിലാണ്. അവളെ ഉറങ്ങാണ്, നീപ്പിക്കണം. അപ്പോൾ പിന്നെ വിനായക ചതുർത്ഥി കൂടിയാണ് കേട്ടോ. അപ്പോൾ ശരി, ഒരു വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അവളെ ഉറങ്ങി കാണിച്ചു. നല്ല ഉറക്കമാണ്. അപ്പോൾ എല്ലാം റെഡി ആക്കി കഴിഞ്ഞാൽ അവളെ റെഡി ആക്കിയിട്ട് വീഡിയോ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ റെഡിയായി താഴെ ഇറങ്ങിയപ്പോൾ നമ്മുടെ പുതിയൊരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പുതിയതായിട്ട് വാടകയ്ക്ക് വന്നത്. അവർ ഉമ്മർത്ത് വിനായക ചതുർത്ഥി ആക്കിയിട്ട് റെങ്കോലിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അമ്പലത്തിലെത്തി തൊഴുതി ഗണപതി ഹോമമൊക്കെ വലുത്ത ഗണപതി ഹോമമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വീഡിയോസ് എടുക്കാൻ അല്ല, ഞാൻ അറിയാതെ ഇങ്ങനെ വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ജാൽഹല്ലിയിലെ അയ്യപ്പൻ്റെ അമ്പലം. ഇതാണ് തക്കടുവിൻ്റെ ബർത്ത്ഡേൻ്റെ ഡ്രസ്സ്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീടെത്തി നമുക്ക് കേക്ക് വാങ്ങിക്കണം. അപ്പോൾ നമ്മൾ അടുത്തുള്ള റിലേറ്റീവ്സും നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അവർക്കൊക്കെ പീസ് കേക്ക് വെച്ച് വീട്ടിൽ കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, നമ്മൾ ഇങ്ങനെ തന്നെ മതി നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡിയാക്കുകയാണ്. കേക്കൊക്കെ വാങ്ങിച്ചു തിരിച്ച് പോവുകയാണ്. ആദ്യം ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയി. പിന്നെ ഇതാണ് കേട്ടോ ഫ്രണ്ട്സ്, ഞാൻ വേറൊരു ചേച്ചീൻ്റെ കൂടെ വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അമ്പലത്തേക്ക് വരുന്നതിൻ്റെ. ഈ അമ്പലം ശനിയാഴ്ചകളിൽ വരുന്ന അമ്പലമാണ് കേട്ടോ അത്. അപ്പോൾ അവരവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ നിന്ന് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. പിന്നെ വേറൊരു ഫ്രണ്ടിൻ്റെ അവിടെ പോയി, അവരും അവിടെ ഉണ്ടായിരുന്നില്ല. അത് നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അവിടെ പോയി നോക്കാം, അവർക്കെങ്കിലും കേക്ക് കൊടുത്തിട്ട് പോയാൽ ഒരു പണി തീർന്നല്ലോ എന്ന് വിചാരിച്ചു. ഇത് ഗണേശൻ്റെ അമ്പലമാണത്. നല്ല വൃത്തിയായി അലങ്കരിച്ചിട്ടുണ്ട്. രാത്രി ഞങ്ങൾ അങ്ങോട്ട് പോയിരുന്നു. അതിൻ്റെ ഗണേശൻ്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് വ്ളോഗായി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ ഭയങ്കര ലെങ്ത്ത്, ഇപ്പോൾ തന്നെ 6 മിനിറ്റൊക്കെ ആയില്ലേ. അപ്പോൾ ഇതാണ് വേറൊരു ഫ്രണ്ടിൻ്റെ വീട്. ഇതാണ് നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ഹസ്ബൻഡും ആളുടെ ഏട്ടനും ഏടത്തിയുമൊക്കെ താമസിച്ചിരുന്ന ബിൽഡിങ് ഇതാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ബിൽഡിങ് കെട്ടിയപ്പോൾ മുതൽ ഏറ്റവും താഴെ കാണുന്ന ഈ റൂമിലാണ് ഞങ്ങൾ ഇരുന്നുണ്ടായിരുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് എന്നെ കൊണ്ടുവന്നതും ഇവിടേക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരു 7-8 വർഷത്തോളം ഈ ബിൽഡിങ്ങിൽ ഈ റൂമിൽ തന്നെ ആയിരുന്നു അവർ. ഇവിടെ ഫ്രണ്ടിൽ രംഗോലിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചുറ്റും വീഡിയോ എടുത്ത് കാണിക്കാൻ ഇതൊരു ഈ മരത്തിൻ്റെ ചോട്ടിൽ നിന്നിട്ട് എപ്പോഴും എന്നെ ഫോൺ ചെയ്യുക സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അത് എത്രയ്ക്കും ഈ ഭാഗത്തിൽ പ്രത്യേകിച്ച് വണ്ടികളോ കാര്യങ്ങളൊന്നും നമ്മുടെ ഈ ഓൺ വണ്ടികളുമല്ലാതെ മെയിൻ റോഡ് അല്ലാത്തതുകൊണ്ട് കഴിഞ്ഞു ലാസ്റ്റാണ് ഇവിടെ, അതുകൊണ്ട് വണ്ടികളൊന്നും പോയി വരുന്നില്ല. നല്ല സൈലൻ്റ് ഒരു ഏരിയയാണ്. അപ്പുറത്ത് കാണുന്നത് മെയിൻ റോഡാണ് കേട്ടോ. അപ്പോൾ ഈ മരത്തിൻ്റെ താഴെ അധികവും ഇരുന്നിട്ട് എന്നെ വീഡിയോ കോളൊക്കെ ചെയ്ത് കേട്ടോ, പണ്ട് കല്യാണത്തിന് മുമ്പ്. അപ്പോൾ കുറേ മെമ്മറീസ് ഉണ്ട്. ഞാൻ ഫസ്റ്റ് കല്യാണം കഴിഞ്ഞ് വന്നത് ഇവിടെ ആയതുകൊണ്ട് തന്നെ കുറേ മെമ്മറീസ് കുറച്ചുണ്ട്. പക്ഷേ എനിക്ക് അധികം ഇഷ്ടമല്ലാത്തത് മെമ്മറീസാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ പെട്ടെന്ന് നാട്ടിൽ നിന്ന് മാറി ഇങ്ങനെ ആരും ഇല്ലാത്തൊരു ഏരിയയിൽ പോയി വന്നിരിക്കുക. റൂമിനകത്ത് വെളിച്ചം വന്നെങ്കിൽ ലൈറ്റ് ഇടണം, സൂര്യപ്രകാശമൊന്നുമില്ല. സൂര്യപ്രകാശം കാണണമെങ്കിൽ ഡോറ് തന്ന് ഞങ്ങളിങ്ങനെ പുറത്ത് വന്ന് നിൽക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോൾ എനിക്ക് മെൻ്റലി ഭയങ്കര പ്രശ്നമായിരുന്നു ഇവിടെ ഈ റൂമിൽ വന്നിരുന്ന സമയത്ത്. പക്ഷേ എനിക്ക് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പുതിയ റൂമിലേക്ക് മാറിയപ്പോൾ ഏറ്റവും ആഗ്രഹം നല്ല കാറ്റും വെളിച്ചമുള്ള റൂമായിരിക്കണം എന്നാണ്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഇരിക്കുന്ന റൂം കേട്ടോ. അവർ വരാണ്ടായപ്പോൾ നമ്മൾ അവിടെ നിന്ന് വീണ്ടും വന്നു. അതൊക്കെ കഴിഞ്ഞ് അവർക്കൊക്കെ പിന്നെ അവർ വന്നു, കേക്ക് കൊടുത്തു. നമുക്കുള്ള കേക്ക് വാങ്ങിച്ചു. ഏട്ടൻ്റെ കുട്ടികൾക്കും ഞങ്ങൾക്കും കഴിക്കാൻ വേണ്ടി കുഞ്ഞൊരു 1/2 kg കേക്ക് വാങ്ങിച്ചു. ബട്ടർസ്കോച്ചിൻ്റെ കുഞ്ഞൊരു കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഏട്ടൻ്റെ കുട്ടികളും നമ്മൾ പിന്നെ ആൺകുട്ടി ഉള്ളത് താഴത്തെ റൂമത്തെ കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കട്ട് ചെയ്തു. അപ്പോൾ ചേച്ചി പിള്ളേരൊക്കെ തക്കുടൂന് കേക്ക് കട്ട് ചെയ്ത് എല്ലാവരും കൊടുത്തു. പിന്നെ തക്കുടൂന് കേക്ക് ഭയങ്കര ഇഷ്ടമായി, എത്ര കിട്ടിയാലും അവൾ തിന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും കൊടുത്തു. അപ്പോൾ ഞാൻ കൊടുത്തു, ഏട്ടായി കൊടുത്തു, വലിയച്ഛനും എല്ലാവരും കൊടുത്തു. അവൾക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല, അവളെല്ലാം കഴിച്ചിട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമുക്കിനി പായസം ഉണ്ടാക്കണം. അപ്പോൾ പായസം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ പോയി. തക്കുടൂനെ അവിടെ ഏട്ടൻ്റെ അവിടെ നിർത്തിയിട്ട് നമ്മൾ പോയി വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ. അതൊക്കെ വാങ്ങിച്ച് നമ്മൾ വീടെത്തി. നമ്മൾ പാല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഉരുളി ഉണ്ട്, പക്ഷേ 2-3 ലിറ്റർ പാല് കൊള്ളാൻ വലിപ്പമില്ല കേട്ടോ ഉരുളി. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു പാത്രത്തിൽ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ തക്കുടൂന് ഇതൊക്കെ ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇവിടെ നമ്മൾ പെട്ടെന്ന് കേക്ക് കൊണ്ട് കൊടുക്കുമ്പോൾ ഒരു ചോക്ലേറ്റാണ് തരിക. അപ്പോൾ പായസമൊക്കെ ആയി നമ്മൾ കൊണ്ടുപോകാൻ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി ഓരോ ഡപ്പകളിലാക്കിയിട്ടുണ്ട്. തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിൽ ഒരു ചേച്ചി കൊടുക്കാനാണ് കേട്ടോ. ഒരു കഷ്ണം കേക്കും ഒരു ഗ്ലാസ് പായസം അവർക്കും ആക്കിയിട്ടുണ്ട്.
പിന്നെ ഇതേ ബ്ലൂ കളർ ഡ്രസ്സ് ഏട്ടനും, പിന്നെ ഈ ഈ വേറെ ഡ്രസ്സ് വന്നിട്ട് തൊട്ട് ബിൽഡിങ്ങിൽ ഒരു ബാച്ചിലർ ചേട്ടനുണ്ട്, ആ ചേട്ടനും എടുത്തു തന്നതാണ്. പിന്നെ ഡോൾ വന്നത് നമ്മുടെ ഒരു ചേച്ചി ചേട്ടനും എടുത്തു തന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് തക്കുടൂന് ഗിഫ്റ്റായിട്ട് കിട്ടിയത്. ബർത്ത്ഡേ വ്ളോഗ് ശരിക്കും ലേറ്റായി, അപ്പോൾ വേറെ കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇടാൻ പറ്റിയില്ല. ഇതാണ് ആക്ച്വലി പാർട്ട് 2, അത് പാർട്ട് 3 ആയിരുന്നു. ഞാൻ അപ്ലോഡ് ചെയ്തത് മാറിപ്പോയി, ഇത് അപ്ലോഡ് ചെയ്തിട്ട് അത് അപ്ലോഡ് ചെയ്തതിന് വിചാരിച്ച് മാറിപ്പോയി. അപ്പോൾ ഇത്രയ്ക്കുള്ള എൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ